ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത കെ കരുണാകരൻ്റെ 2 മക്കളും നിയമസഭയിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരനും തൃശ്ശൂരിൽ നിന്ന് പത്മജ വേണുഗോപാലും. എവരി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തത്തുല്യമായ പ്രതിപ്രവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ കൃത്യമായ പ്രതിപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് 24 മണിക്കൂർ മുമ്പ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മജ വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു സഹതാപ തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മത്സരിക്കുമ്പോൾ ഉള്ള ഒരു പ്രതികൂല സാഹചര്യമല്ല. കഴിഞ്ഞ തവണ തന്നെ 946 വോട്ടിന് അങ്ങോട്ടാണ് പരാജയപ്പെട്ടത്. അത് കോൺഗ്രസിലാണെങ്കിലും ഇപ്പോൾ പത്മജയ്ക്ക് അനുകൂലമായിട്ടുള്ള വികാരമുണ്ട്. രാജൻ പല്ലന് അനുകൂലമായിട്ട് രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കാൻ പല കൗൺസിലർമാരും അവിടെ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിത്തട്ടിലുള്ള പ്രവർത്തനം രാജൻ പല്ലന് വേണ്ടി നടന്നിട്ടില്ല. അതുകൊണ്ട് അവസാന നിമിഷം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ സാധ്യതയാണ് പത്മജ വേണുഗോപാലിന് അവിടെ കൽപ്പിക്കുന്നത്. രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലമില്ല, മുകുന്ദപുരം മണ്ഡലമാണ്. ആ മുകുന്ദപുരം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം, അവിടെ പത്മജ സ്ഥാനാർത്ഥിയാവുന്നു. പത്മജ ലോനപ്പൻ നമ്പാടിനോട് പരാജയപ്പെടുത്തുന്നു. ആ 2004 KPCC പ്രസിഡൻ്റായിരുന്ന മുരളീധരൻ വൈദ്യുതി മന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു. അപ്പോൾ അദ്ദേഹം നിയമസഭാംഗമല്ല, നിയമസഭയെ അഭിമുഖീകരിച്ചില്ല. അതിനു പക്ഷേ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറണം. അങ്ങനെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ വടക്കാഞ്ചേരി മണ്ഡലമായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന VT ബൽറാം അവിടെ രാജിവെക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ അത് ഒരു 2004 മെയ് മാസമായിരുന്നു. ആ മെയ് മാസത്തിൽ റിസൾട്ട് വന്നപ്പോൾ മെയ് 12 ഞാൻ മനസ്സിലാക്കുന്നത്. റിസൾട്ട് വന്നപ്പോൾ കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനോട് പരാജയപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടിനോട് പത്മജയും പരാജയപ്പെടുന്നു. 2004 കെ കരുണാകരൻ്റെ 2 മക്കളും പരാജയപ്പെട്ടു എങ്കിൽ 2026 മെയ് മാസത്തിൽ കെ കരുണാകരൻ്റെ 2 മക്കളും വിജയിച്ച് നിയമസഭയിലെത്താനുള്ള ഒരു സാധ്യത, വളരെ കൗതുകകരമായൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയ് 5 പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് ന്യൂസുകളിൽ ഒന്നായിരിക്കും കേരളത്തിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ മക്കൾ, ജ്യേഷ്ഠനും അനിയത്തിയും കെ മുരളീധരനും പത്മജ വേണുഗോപാലും നിയമസഭയിലെത്തുന്നു എന്നുള്ളത്.